ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഈ വഖഫ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ മുനമ്പത്തെ കുറച്ച് കുടുംബാംഗങ്ങൾ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് വഖഫിന്റെ പേരും പറഞ്ഞുകൊണ്ട് അയ്യോ വഖഫിന്റെ ആൾക്കാർ ഞങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുടിയൊഴിപ്പിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരയലായിരുന്നു. നമ്മളെല്ലാവരും കേട്ടതാണല്ലേ. ഈ മുനമ്പം നിവാസികൾ ആദ്യം പോയത് ആരുടെ പിണറായി സർക്കാരിന്റെ അടുത്തേക്കാണ്. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ കുടിയൊഴിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പോയത് പിണറായി സർക്കാരിന്റെ അടുത്തേക്കാണ്. പക്ഷേ പിണറായി സർക്കാർ അന്ന് അവരെ മൈൻഡേ ചെയ്തില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? നേരെ മുനമ്പത്തേക്ക് തിരിച്ചു വന്നു. അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ട് അവർ ആ തെരുവിൽ സമരം ചെയ്യാൻ തുടങ്ങി, നിരാഹാര സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ UDF ആൾക്കാരെ ഇവർ സമീപിച്ചു. അപ്പം അന്ന് UDF നേതാക്കൾ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലല്ല, ഭരണത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളങ്ങ് പരിഹരിച്ചു തരുമെന്ന്. അല്ല, ഇപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് കേൾക്കുന്നത്. ഈ മുനമ്പത്തെ ജനങ്ങൾ UDF പറഞ്ഞത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അന്ന് മുനമ്പത്തെ നിവാസികളുടെ, തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഓടിയെത്തിയ ആൾക്കാരായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കളും അണികളും ഒക്കെ. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിന്നു. അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ സമരം ചെയ്തു. മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, പ്രതികരിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അടുത്തേക്ക് നേരിട്ട് പോയിട്ട് വഖഫിൽ പുതുക്കിയ നിയമ ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കൾ, രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾ പോയിട്ട് അഭ്യർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വഖഫിന്റെ പുതിയ നിയമ ഭേദഗതി പാസാക്കി, കേന്ദ്രത്തിൽ പാസാക്കി. ഉടനെ തന്നെ നമ്മുടെ കേരള നിയമസഭയിലും ഒരു പ്രമേയം പാസാക്കി. എന്താണെന്നല്ലേ, ഈ വഖഫിന്റെ പുതിയ നിയമ ഭേദഗതി കേന്ദ്രം പാസാക്കിയപ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ UDF അതുപോലെ തന്നെ CPM കൂടി സംയുക്തമായിട്ട് ഒരു പ്രമേയം പാസാക്കി. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു. മുനമ്പത്തെ ജനങ്ങൾ ഒന്നായിട്ട്, അല്ല അന്ന് കോൺഗ്രസ് പറഞ്ഞതാണല്ലോ, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അധികാരമില്ല, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾ ഒന്നായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷം വോട്ട് നൽകി അവർ വിജയിപ്പിച്ചു. അന്ന് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് അവർ തള്ളിയിട്ടു. സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുനമ്പത്തെ സ്ഥാനാർത്ഥിയുടെ തോൽവി കുറച്ച് വിഷമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം ഇത്രയും പ്രയത്നിച്ചിട്ടും അവർ തിരിഞ്ഞു കൊത്തിയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 10 മിനിറ്റിനുള്ളിൽ മുനമ്പത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി കേന്ദ്ര വഖഫ് പോർട്ടായ ഉമീദിൽ രജിസ്റ്റർ ചെയ്തത്രേ. നന്നായി. ഭൂമിയുടെ മുതവല്ലി, അതായത് വിശ്വാസവഞ്ചി സ്ഥാനം വഖഫ് ബോർഡ് നേരിട്ട് ഏറ്റെടുത്തിട്ടാണത്രേ ഈ രജിസ്ട്രേഷൻ പരിപാടികളെല്ലാം പൂർത്തീകരിച്ചത്. ഇപ്പൊ സന്തോഷമായല്ലോ മുനമ്പത്തെ ജനങ്ങൾക്ക്, അല്ലേ? ഫാറൂഖ് കോളേജിന് പണ്ട് സത്താർ സേട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി വഖഫ് ചെയ്തു കൊടുത്ത ഭൂമി വഖഫ് നിയമങ്ങൾ പാലിക്കാതെയാണത്രേ അവിടെയുള്ള ആ സ്ഥലങ്ങളെല്ലാം വിൽക്കപ്പെട്ടത്. നിലവിൽ നിയമലംഘനമായിട്ട് കൈക്കലാക്കിയ ഈ ഭൂമി തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായിട്ട് ഏകദേശം മുനമ്പത്തെ 200ഓളം തീരദേശവാസികൾ ശക്തമായ നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. മുനമ്പം വഖഫിന്റെ സ്വത്തല്ല എന്ന ഹൈക്കോടതിയുടെ മുൻവിധി സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിട്ടാണുള്ളത്. ശരിക്കും ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ മുനമ്പം തീരദേശവാസികളല്ലെന്നും അതിന് ഒരേ ഒരു അവകാശി വഖഫ് ബോർഡ് എന്നാണ് എക്കാലത്തെയും വഖഫ് ബോർഡ് പറഞ്ഞിട്ടുള്ളത്. UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സ്പീഡപ്പ് ആ ഒരു പരിഹാരത്തിനുണ്ടാകുമെന്ന് ഞങ്ങളും വിചാരിച്ചിട്ടില്ല, മുനമ്പത്തിലെ ജനങ്ങളും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വഖഫ് ബോർഡിലെ അംഗങ്ങളും അരമനയിലെ അച്ഛന്മാരും അധികാരത്തിലെത്തിയ UDFും അതുപോലെ തന്നെ VD സതീശനും തമ്മിൽ പരിഹരിക്കട്ടെ ഈ മുനമ്പം പ്രശ്നം.
ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളും അതുപോലെ തന്നെ NDA നേതാക്കളും അണികളും ഒക്കെ ഒരു കാഴ്ചക്കാരെ മാറി നിന്ന് നോക്കണം. അല്ല, വെറുതെ എന്തിനാന്ന് കൊടുത്ത കൈക്ക് കടിക്കുന്നുണ്ട് എങ്കിൽ കൊടുക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി. മുനമ്പത്തെ തീരദേശവാസികളെ സഹായിച്ചിട്ട് അവർ തിരിഞ്ഞു കൊത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയങ്കര ഒരു മനോവിഷമമായിരിക്കും. വെറുതെ എന്തിനാ വിഷമം നമ്മൾ വാങ്ങുന്നതല്ലേ. എന്തായാലും അധികാരത്തിൽ എത്തിയ ഉടനെ തന്നെ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ച VD സതീശൻ സർക്കാരിന് അഭിനന്ദനങ്ങൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.